Hi students, how are you? Hope you all are fine. Today I am discussing a new chapter, that is nutrition in plants. Nutrition in plants. In class 6, you learned that food is essential for all living organisms. Food is essential for all living organisms. You also learned that carbohydrates, proteins, fats, vitamins, minerals, these are components of food, and these components of food are called nutrients. What is nutrients? Nutrients are the substances used by an organism to survive, grow and reproduce. നമ്മൾ 6th പഠിച്ചിട്ടുണ്ട് ന്യൂട്രിയൻസ് എന്താണ്? ഒരു ഓർഗാനിസത്തിന് വളരാനും സർവൈവ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും ആവശ്യമായ സബ്സ്റ്റൻസ് ആണെന്ത്? ന്യൂട്രിയൻസ്. സോ ന്യൂട്രിയൻസ് ആർ ദ സബ്സ്റ്റൻസസ് യൂസ്ഡ് ബൈ ആൻ ഓർഗാനിസം ടു സർവൈവ്, ഗ്രോ ആൻഡ് റീപ്രൊഡ്യൂസ്. Carbohydrates, vitamins, proteins, fats, minerals are example for types of nutrients. We know that plants are living things. All living organisms require food. Plants can make food for themselves, but animals, including humans, cannot. നമുക്കറിയാം പ്ലാന്റ്സ്, ഗ്രീൻ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്ത് സൺലൈറ്റിന്റെ പ്രസൻസിൽ അവർക്ക് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ? ആ പ്രോസസ് ആണെന്ത്? ഫോട്ടോസിന്തസിസ്. പക്ഷെ ഹ്യൂമൻ ബീങ്സിന് ഇതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ? ഇല്ല. സോ ദേ ഗെറ്റ് ഇറ്റ് ഫ്രം പ്ലാന്റ്സ് ഓർ ആനിമൽസ് ദാറ്റ് ഈറ്റ് പ്ലാന്റ്സ്. Thus, humans and animals are directly or indirectly dependent on plants. സോ നമുക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാത്തത് കാരണം നമ്മൾ പ്ലാന്റ്സിന് നേരിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലിയോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Okay. Then what is nutrients? Nutrients are the substances required by an organism to grow, survive and reproduce. Then what is nutrition? Nutrition is the mode of taking food by an organism and its utilization by the body. അതായത് ഒരു ഓർഗാനിസം ന്യൂട്രിയൻസ് ടേക്ക് ചെയ്തു അല്ലെ, അതിന്റെ ബോഡിയിലോട്ട് ന്യൂട്രിയൻസ് ടേക്ക് ചെയ്തു, എന്ത് ചെയ്തു? അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെന്ത്? ന്യൂട്രീഷൻ. Then what is nutrition? Nutrition is the mode of taking food by an organism and its utilization by the body. Okay. Nutrition are of two types. First one, autotrophic nutrition. Autotrophic nutrition. What is autotrophic nutrition? It is the mode of nutrition in which organisms make food themselves from simple substances. So, autotrophic nutrition is the mode of nutrition in which organisms make food themselves from simple substances. So, അതായത് ഓർഗാനിസം എന്ത് ചെയ്യും? സിമ്പിൾ സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ട് സ്വന്തം ഫുഡ് പ്രിപ്പയർ ചെയ്യും. ആ പ്രോസസ്സാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. അതായത് പ്ലാന്റ്സ് നടക്കുന്ന ഫോട്ടോസിന്തസിസ് എന്താണ്? ഒരു ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എക്സാമ്പിൾ ആണ് അല്ലെ? സോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, ആ വേർഡിൽ ഓട്ടോ പറഞ്ഞ വേർഡിന്റെ മീനിങ് സെൽഫ്. ദെൻ ട്രോഫിക്, സോ ട്രോഫോസിന്റെ മീനിങ് നറിഷ്മെന്റ്. സോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷന്റെ വേറൊരു പേരാണ് സെൽഫ് നറിഷ്മെന്റ്. സോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എവിടെ കാണാം? So autotrophic nutrition is seen in plants. So plants are called autotrophs. Second one, heterotrophic nutrition. Second type, heterotrophic nutrition. So heterotrophic nutrition is the nutrition in this organism depend others for food. Or in heterotrophic nutrition, organisms depend others for food. So ഫുഡിന് വേണ്ടി
ഫുഡിന് വേണ്ടി ഓട്ടോട്രോഫ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ആര്? ഹെട്രോട്രോഫ്സ്. സോ ഹെട്രോസ് എന്ന വേർഡിന്റെ മീനിങ് അതർ. ട്രോഫോസ് മീൻസ് നറിഷ്മെന്റ്, അതായത് ഫുഡിന് വേണ്ടി, ന്യൂട്രീഷന് വേണ്ടി അതർ ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈപ്പിലുള്ള ന്യൂട്രീഷൻ ആണ് ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ. സോ ഹെട്രോട്രോഫ്സിന് എക്സാമ്പിൾ എന്താ പറയാ? ഹെട്രോട്രോഫിക്കിന് എക്സാമ്പിൾ ആനിമൽസ്. ഹെട്രോട്രോഫ്സിന് എക്സാമ്പിൾ ആനിമൽസ്. ഓക്കെ, സോ ഹ്യൂമൻ ബീങ്സ് എന്താണ്? ഒരു ഹെട്രോട്രോഫ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം നമ്മൾ എവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാം? നമ്മുടെ കിച്ചണിൽ വെച്ച്, അല്ലേ? അതുപോലെ പ്ലാന്റ്സ് അതിന്റെ ലീഫിൽ വെച്ചിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ലീഫിൽ മാത്രമല്ല, കുറഞ്ഞ എമൗണ്ടിൽ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള സ്റ്റെമ്മിലും കുറഞ്ഞ എമൗണ്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അധികം ഫുഡ് എവിടെ പ്രിപ്പയർ ചെയ്യുന്നത്? ലീവ്സിലാണ്. സോ വി സെഡ് ദാറ്റ് leaves are the food factories of plants. Leaves are the food factories of plants. So പ്ലാന്റ്സിന് ലീഫിൽ വെച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യണം, അല്ലേ? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പ്ലാന്റ്സിന്റെ ലീഫിലെത്തണം, അല്ലേ? ഇപ്പൊ നമ്മൾ കിച്ചണിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, അല്ലെ, ഒരുപാട് വെജിറ്റബിൾസും, അല്ലെ, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ വേണ്ട. അതുപോലെ തന്നെ പ്ലാന്റ്സിന് ലീഫിൽ വെച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിലും അവിടെ ഒരുപാട് റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോസിന്തസിസിൽ എന്തൊക്കെയാണ് റോ മെറ്റീരിയൽസ്. ഫോട്ടോസിന്തസിസിലെ റോ മെറ്റീരിയൽസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, CO2 ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ H2 എന്താണ്? വാട്ടർ. സോ പ്ലാന്റ്സിന്റെ ലീഫിൽ എന്തെത്തണം? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എത്തണം. എന്നാലുള്ളൂ ലീഫിൽ വെച്ച് പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോട്ടോസിന്തസിന് വേണ്ട ഫസ്റ്റ് റോ മെറ്റീരിയൽ ആണ് വാട്ടർ ആൻഡ് മിനറൽസ്. ഈ വാട്ടർ മിനറൽസ് എവിടെ പ്രസന്റ് ആയിട്ടുള്ളത്? സോയിലാണ്. സോ water and minerals present in the soil are absorbed by the roots and transported to the leaves. പ്ലാന്റ്സിന്റെ റൂട്ട്സ് എന്ത് ചെയ്യും? സോയിൽ നിന്ന് വാട്ടറിനെ, മിനറൽസിനെ അബ്സോർബ് ചെയ്യും, അല്ലേ? അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് അബ്സോർബ് ചെയ്തിട്ട് പ്ലാന്റിന്റെ ലീഫിൽ എത്തിക്കും, അല്ലേ? പ്ലാന്റിന്റെ ലീഫില് വാട്ടറും മിനറൽസും എത്തിച്ചു, അല്ലേ? റൂട്ട് എവിടെയുള്ള സോയിലുള്ള വാട്ടർ എന്ത് ചെയ്തു? പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തിട്ട് ലീഫിലെത്തിച്ചു, അല്ലെ? സോയിലുള്ള വാട്ടറും മിനറൽസും പ്ലാന്റ്സ് അബ്സോർബ് ചെയ്ത് അത് ലീഫിലെത്തിച്ചു. നെക്സ്റ്റ് റോ മെറ്റീരിയൽ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് സീൻ ഇൻ അവർ അറ്റ്മോസ്ഫിയർ. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയാണ് കൂടുതലുള്ളത്? എവിടെയാണ് കാണുന്നത്? നമുക്ക് അറ്റ്മോസ്ഫിയറിലാണ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് from air is taken through a tiny pores present on the surface of leaves. Such tiny pores are called stomata. So പ്ലാന്റ് ലീഫിന്റെ സർഫസിലുള്ള ടൈനി സ്പോർസ് ആണ് എന്ത്? സ്റ്റൊമാറ്റ. സോ ഈ ടൈനി സ്പോർസിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിൽ എൻറ്റർ ചെയ്യുന്നത്. കേട്ടോ, ലീഫിന്റെ സർഫസിലുള്ള അതുപോലത്തെ ന്യൂമറസ് ടൈനി സ്പോർസ് ആണ് സ്റ്റൊമാറ്റ. സോ ഈ ഓപ്പണിങ്ങിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിൽ എത്തുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Stomata is a small opening seen on the leaf surface. It helps for gases exchange. Okay. ഇതാണ് സ്റ്റൊമാറ്റോന്റെ സ്റ്റൊമാറ്റോന്റെ ഫിഗർ. ഈ സ്റ്റൊമാറ്റോന്റെ കുറച്ച് എൻലാർജ്ഡ് ഫിഗർ വരച്ചിട്ടുണ്ട് സ്റ്റൊമാറ്റോന്റെ. ഓക്കെ,
carbon dioxide from air is taken in through the tiny spores present on the surface of leaves. The spores are surrounded by guard cells. Such spores are called stomata. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലീഫ് സർഫസിലുള്ള സ്റ്റൊമാറ്റ എന്ന സ്മോൾ ഓപ്പണിങ്ങിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിൽ എൻ്റർ ചെയ്യുക. ഓക്കെ, സോ ഈ ലീഫിലുള്ള ഒരു സ്മോൾ ഓപ്പണിംഗ് ആണിത്. ലീഫ് സർഫസിലുള്ള ഒരു സ്മോൾ ഓപ്പണിംഗ് ആണ് ഈ ഒരു റൗണ്ടിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. ഓക്കെ, ദ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ഈസ് കവേർഡ് ബൈ guard cells. Okay, the spore or stomatal opening is surrounded by two guard cells. Okay, റോസ് കളറിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. ഈ ഓപ്പണിങ്ങിന് കവർ ചെയ്തിട്ടുള്ള രണ്ട് സെൽസ് ആണ്. ആ സെല്ലാണ് എന്താ? ഗാർഡ് സെൽസ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോട്ടോസിന്തസിന് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് റോ മെറ്റീരിയൽ ആണ് വാട്ടർ ആൻഡ് മിനറൽസ് എന്ന് പറഞ്ഞു. ഈ വാട്ടറും മിനറൽസും സോയിലാണ് പ്രസന്റ് ആയിട്ടിരിക്കുന്നത് പറഞ്ഞു അല്ലെ. സോ സോയിലുള്ള വാട്ടറും മിനറൽസും എന്ത് ചെയ്യും? റൂട്ട് ഹെയർ സോയിലിനെ അബ്സോർവ് ചെയ്ത് ലീവ്സിൽ എത്തിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ഈ പ്ലാന്റ്സിൽ ഒരു പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഈ റൂട്ട് മുതൽ പ്ലാന്റ്സിന്റെ എല്ലാ ലീഫിലോട്ടും ഓരോ സ്റ്റെമ്മിലോട്ടും പ്ലാന്റിന്റെ ഓരോ ഭാഗത്തോട്ടും എന്തുണ്ട്? ഒരു പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഈ പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് എന്ത് പറയുന്നത്? വെസൽസ്. ഓക്കെ, സോ സോയിൽ നിന്ന് വാട്ടറും മിനറൽസും ഈ പൈപ്പ് ലൈക്ക് സ്ട്രക്ചറായ വെസലിലൂടെ മൂവ് ചെയ്ത് ലീഫിലോട്ട് റീച്ച് ചെയ്യും. ഓക്കെ, സോ വാട്ടർ ആൻഡ് മിനറൽസ് ആർ ട്രാൻസ്പോർട്ടഡ് ടു ദ ലീവ്സ് ബൈ ദ വെസൽസ് വിച്ച് റൺ ലൈക്ക് പൈപ്സ് ത്രൂ ഔട്ട് ദ റൂട്ട്, ദ സ്റ്റെം, ദ ബ്രാഞ്ചസ് ആൻഡ് ദ ലീവ്സ്. They form a continuous path or passage for the nutrients to reach the leaf. They are called vessels. Okay. In the presence of sunlight, the green plants produce their own food by using carbon dioxide and water. This process is called photosynthesis. In the presence of sunlight, the green plants produce their own food by using carbon dioxide and water, and this process is called photosynthesis. നേരത്തെ പഠിച്ചു ഫോട്ടോസിന്തസിന് വേണ്ട രണ്ട് മൂന്ന് റോ മെറ്റീരിയൽസിനെ പറ്റി പഠിച്ചു. ഫസ്റ്റ് വൺ കാർബൺ ഡൈ ഓക്സൈഡ്, അതെങ്ങനെയാണ് ലീഫിലെത്തുന്നതെന്ന് പഠിച്ചു. നെക്സ്റ്റ് വാട്ടർ ആൻഡ് മിനറൽസ്, അതിനെ പറ്റി നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വേണ്ടത് എന്താണ്? സൺലൈറ്റ് അല്ലേ. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്ത് വേണം? സൺലൈറ്റ് വേണം. ഓക്കെ, സോ പിന്നെ പ്രത്യേകം പറഞ്ഞു ഫോട്ടോസിന്തസിസ് എന്ത് പ്ലാന്റ്സിൽ നടക്കുക? ഗ്രീൻ പ്ലാന്റ്സിൽ. ഓക്കെ, ഫോട്ടോസിന്തസിസ് നടക്കുക ഗ്രീൻ പ്ലാന്റ്സിലാണ് അല്ലേ. അല്ലെങ്കിൽ എന്താ പറയാ? ഗ്രീൻ ലീഫിൽ അല്ലേ. ദെൻ പ്ലാന്റ് ലീഫിന് ഗ്രീൻ കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് ഇത്. പ്ലാന്റ്സിന് ഗ്രീൻ കളർ നൽകുന്ന ഒരു പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. സോ ദ ലീവ്സ് ഹാവ് എ ഗ്രീൻ പിഗ്മെന്റ്. It is called chlorophyll. So plants ലെ ഗ്രീൻ പിഗ്മെന്റിന് പറയുന്ന പേരാണ് chlorophyll. ഇത് ഇമ്പോർട്ടന്റ് ആണ്. Okay. The chlorophyll helps to leaves to capture the energy of sunlight. ഈ chlorophyll ആണ് ലീഫിനെ സൺലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നത് ആരാണ്? ക്ലോറോഫിൽ ആണ്. Chlorophyll helps leaves to capture the energy of sunlight. This energy is used to synthesize food from carbon dioxide and water. നമുക്ക് എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം അല്ലെ. അപ്പൊ പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് നടത്താൻ എനർജി എവിടെ കിട്ടുന്നത്? സൺലൈറ്റ് എന്ന് അല്ലെ. സൺ എനർജിയാണ് ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ഈ സൺ ലൈറ്റിന് അല്ലെങ്കിൽ സൺ എനർജിനെ ക്യാപ്ചർ ചെയ്യുന്നത് ആരാണ്? ലീഫിലുള്ള ഗ്രീൻ പിഗ്മെന്റ് ആയ ക്ലോറോഫിൽ. ഓക്കെ, ഈ സൺ എനർജി യൂസ് ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്ത് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സിൻസ് ദ സിന്തസിസ് ഓഫ് ഫുഡ് ഒക്കേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് അല്ലെ. അപ്പൊ ഫോട്ടോസിന്തസിസ് സൺലൈറ്റ് ഉള്ള ടൈമിൽ മാത്രമേ നടക്കുള്ളൂ.
So we find that chlorophyll, sunlight, carbon dioxide and water are the necessary to carry out the process of photosynthesis. Okay, then students, please list out the raw materials of photosynthesis. Raw materials of photosynthesis ഏതൊക്കെയാണ്? First one, sunlight, chlorophyll, carbon dioxide and water. Okay, these are the important raw materials for photosynthesis. So photosynthesis is a unique process. Okay, then another important point, sun is the ultimate source of energy for all living organisms. Sun is the ultimate source of energy for all living organisms. During photosynthesis, chlorophyll containing cells of leaves in the presence of sunlight use carbon dioxide and water to synthesize carbohydrate. During photosynthesis, chlorophyll containing cells of leaves in the presence of sunlight use carbon dioxide and water to synthesize carbohydrate and oxygen. അതായത് ക്ലോറോഫിൽ കണ്ടെയ്നിങ് സെൽസ്, ലീഫിലുള്ള ക്ലോറോഫിൽസ് കണ്ടെയ്നിങ് സെൽസ് സൺലൈറ്റിന്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യും. സോ പ്ലാന്റ്സിന്റെ ഫുഡിന്റെ പറഞ്ഞ പേരാണ് കാർബോഹൈഡ്രേറ്റ് ഓർ സ്റ്റാർച്ച്. ദെൻ കാർബോഹൈഡ്രേറ്റിന് കൂടാതെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഓക്സിജനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിന്തസിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഗീവ്സ് കാർബോഹൈഡ്രേറ്റ് പ്ലസ് ഓക്സിജൻ. Carbon dioxide plus water in the presence of sunlight gives carbohydrate plus oxygen. Figure 1.2 shows the structures of a leaf. Figure A is a leaf, simple leaf. Then ഈ ഒരു ലീഫിന്റെ ഈ ഒരു സെക്ഷൻ എടുത്തു. ഈ സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാം. ഫിഗർ ബി, സെക്ഷൻ ഓഫ് എ ലീഫ് ഇതുപോലെ കാണാം. ദെൻ ഈ ഫിഗറിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇതുപോലെ ഗ്രീൻ കളറിൽ കുറച്ച് ഡോട്ട് ഉണ്ട് അല്ലെ? എന്ത് ചോദിച്ചിരുന്നു? ഇറ്റ് ഈസ് ഗ്രീൻ പിഗ്മെന്റ്, ദാറ്റ് ഈസ് കോൾഡ് ക്ലോറോഫിൽ. ഇത് ക്ലോറോഫിലാണ് ഷോ ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസിലെ ക്ലോറോഫിലിന് റോൾ ഉണ്ട് അല്ലെ? ക്ലോറോഫിൽ ഹെൽപ്സ് ടു ക്യാപ്ചർ സൺലൈറ്റ്. ദെൻ ഇതാണ് ലീഫ് സർഫസ്. ലീഫ് സർഫസിൽ എന്തുണ്ട്? ഇവിടെ ലീഫ് സർഫസിൽ സ്മോൾ ഓപ്പണിംഗ്. ദാറ്റ് സ്മോൾ ഓപ്പണിംഗ് ഇസ് കോൾഡ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ ഹെൽപ്സ് ഫോർ ദ ഗ്യാസസ് എക്സ്ചേഞ്ച്. ഈ സ്മോൾ ഓപ്പണിംഗ് ആണെന്ത്? സ്റ്റൊമാറ്റ. ദെൻ സ്റ്റൊമാറ്റേനെ കവർ ചെയ്തിട്ട് സ്റ്റൊമാറ്റേനെ സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ട്? ഒരു സെല്ലുണ്ട്, ദാറ്റ് ഈസ് ഗ്വാഡ് സെൽസ്. സ്റ്റൊമാറ്റേനെ കവർ ചെയ്തിട്ടുള്ള ഒരു സെല്ലാണ് ഗ്വാഡ് സെൽസ്. ദെൻ ഫിഗർ സി സ്റ്റൊമാറ്റേന്റെ ഒരു എൻലാർജ്ഡ് ഫിഗർ ആണ്. ഈ ഒരു പോർഷനാണ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. ദെൻ സ്റ്റൊമാറ്റേനെ കവർ ചെയ്തിട്ടുണ്ട് ഗ്വാഡ് സെൽസ്. ഫിഗർ 1.3 is a diagram showing photosynthesis. ഈ ഒരു ഡയഗ്രാമത്തിൽ ഒരു സൺ കൊടുത്തിരിക്കുന്നു, ഒരു സിമ്പിൾ പ്ലാന്റ് കൊടുത്തിരിക്കുന്നു. Then sun gives light energy. Then we know that the green leaf have a pigment, that is chlorophyll. Chlorophyll capture light energy. Chlorophyll എന്ത് ചെയ്യും? Light energy capture ചെയ്യും. Soil എന്തുണ്ട്? Soil have so many water and minerals. Then these water and minerals absorbed by root hairs, then it reached into leaf. സോയിലുള്ള വാട്ടറും മിനറൽസും റൂട്ട് അബ്സോർവ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ട ലീവ്സിലെത്തി. ദെൻ another raw material is carbon dioxide. Carbon dioxide is seen in air. So this carbon dioxide is entered into our leaves through a small opening, that is stomata. Then
ഫോട്ടോസിന്തസിന് ആവശ്യമായിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസും ലീഫിലെത്തി അല്ലെ. വാട്ടർ, മിനറൽസ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ഇതിനെന്ത് ചെയ്തു, ഇതിന് എനർജിയിലെ ലൈറ്റ് എനർജിയും കിട്ടി. അപ്പൊ എന്ത് ചെയ്യും, ലീഫിൽ വെച്ച് കാർബോഹൈഡ്രേറ്റ് പ്രിപ്പയർ ചെയ്യും. കാർബോഹൈഡ്രേറ്റും ഓക്സിജനും പ്രിപ്പയർ ചെയ്യും. കാർബോഹൈഡ്രേറ്റ് ഓർ സ്റ്റാർച്ച്. കാർബോഹൈഡ്രേറ്റിന്റെ വേറൊരു പേരാണ് സ്റ്റാർച്ച്. ഈ കാർബോഹൈഡ്രേറ്റ് പ്ലാന്റ് ഗ്രോത്തിനും റീപ്രൊഡക്ഷനും ഒക്കെ എന്താണ് എസെൻഷ്യൽ ആണ്. സോ ഈ കാർബോഹൈഡ്രേറ്റ് പ്ലാന്റ് ബോഡിയിൽ തന്നെ നിൽക്കും. ദെൻ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഓക്സിജൻ എന്ത് ചെയ്യും, ഇത് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് വഴി റിലീസ് ചെയ്യും. സോ വി സ്റ്റഡി stomata is a small opening seen on the surface of leaf. It helps to the exchange of gases. It helps to the exchange of carbon dioxide and oxygen. It helps to the intake of carbon dioxide and release of oxygen. Okay, it is a simple diagram showing photosynthesis. So it is important. Next topic is cells. The bodies of living organisms are made of tiny units called cells. So the plants are made up of plant cells, animals are made up of animal cells. Cells can be seen only under the microscope. Cells are very small, so we can see cells by using microscope. Some organisms are made up of only one cell, so they are called unicellular organism. While some organisms are made up of more than one cell, so they are called multicellular organism. Then a cell is enclosed by a thin outer boundary. Then this outer boundary is called cell membrane. Okay, cell membrane. What is cell membrane? The cell is enclosed by a thin outer boundary. It is called cell membrane. Most cells have a distinct, centrally located spherical structure that is called nucleus. Most cells have a distinct, centrally located spherical structure that is called nucleus. Then the nucleus is surrounded by a jelly-like substance that is called cytoplasm. A nucleus is surrounded by a jelly-like substances that is called cytoplasm. So cell is the body. What is cell? The bodies of living organisms are made of tiny units called cells. Cell membrane, nucleus, cytoplasm are the three important parts of a cell. Students, you have some homework. First one, write about nutrients. Write about nutrients. Then B, write about nutrition. Then C, write about stomata. Then last one, fourth one, D, write about cells. So first question is write about nutrients, nutrition, stomata and cells. Second question, compare autotrophic and heterotrophic nutrition. Second one, compare autotrophic and heterotrophic nutrition. Third question, draw the diagram of photosynthesis. Third one, draw the diagram of photosynthesis. Then fourth question, what is photosynthesis? Fourth question, what is photosynthesis? Okay, thank you.